സമാറ്റോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരുപാടായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നുള്ള യാത്ര എന്ന് പറഞ്ഞാൽ വയനാട്ടിലേക്ക് നമ്മുടെ ഏതറിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിലൊരു യാത്ര കേട്ടോ. വയനാട് നമ്മുടെ ഇൻ്റർലോക്ക് റോഡ് ഉണ്ടല്ലോ, പുതിയൊരു ഇൻ്റർലോക്ക് റോഡ്, ആ റോഡ് ആ ഒരു വ്യൂ കാണാനാണ് പോകുന്നത്. ഒരുപാടൊന്നും അവിടെ ആളുകൾ എത്തിപ്പെട്ടിട്ടില്ല, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഞാൻ കാണിച്ചു തരാം, ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന വഴികളൊക്കെ നല്ല ഭംഗിയുള്ള വഴികളുണ്ട്, ഒരുപാട് തിരക്കൊന്നുമില്ല. വയനാട്ടിലിപ്പോൾ ഒരു സീസണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കുണ്ടെങ്കിൽ ഈ ഭാഗത്തേക്കൊന്നും ഒരുപാട് തിരക്കൊന്നുമില്ല കേട്ടോ. നല്ല സൈലൻ്റ് ആയിട്ട് ക്യാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. പോയി കണ്ടുവരാൻ പറ്റിയിട്ടുള്ള നല്ല സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം. ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വഴിക്കൂടെ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് പാതയിലേക്ക് എത്തും. ഇൻ്റർലോക്ക് പാത പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. നല്ലൊരു ഇതുപോലെ തന്നെ ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു ഇൻ്റർലോക്ക് ഇട്ട കാട്ടിന് നടുക്കൂടെ ഉള്ള ഒരു റോഡ് തന്നെ കേട്ടോ. വാഹനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അകത്ത് കൂടെ യാത്ര ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല. മാടാപ്പറമ്പ് റോഡ് എന്ന് പറഞ്ഞുള്ള റോഡ് അടിച്ച് നെറ്റിൽ സെർച്ച് ചെയ്ത്, പുൽപ്പള്ളി ഇൻ്റർലോക്ക് റോഡ് അടിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോളണമെന്നില്ല. മാടാപ്പറമ്പ് റോഡ് എന്ന് പറഞ്ഞ് അടിച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇവിടേക്ക് വരാൻ. എന്നാൽ കറക്റ്റ് സ്പോട്ടിൽ എത്താൻ പറ്റും കേട്ടോ. അടിപൊളി യാത്ര കേട്ടോ. ഫുൾ ഇൻ്റർലോക്ക് കിട്ടോ, ബാക്കിലൊക്കെ അപ്പോൾ നല്ല നല്ല രസമുള്ള സ്ഥലം തന്നെ കേട്ടോ. ചുറ്റും കാടാണ്. അപ്പോൾ നടുവിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ട് നല്ലൊരു പാതമാണ് കേട്ടോ. അപ്പോൾ ആദിവാസികളുമാർക്കാണ് ഈ ഭാഗത്തായിട്ട് കൂടുതൽ കണ്ടിട്ടുള്ളത് ഞങ്ങൾ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മരത്തിൻ്റെ ഒരു വലിയൊരു ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റിയിട്ടുള്ളൊരു ഗുഹമായൊരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു പൊത്ത് തന്നെ പറയാം, മരത്തിൻ്റെ പൊത്ത് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ജീവനുള്ള മരം തന്നെയാണ്. ആ മരത്തിൻ്റെ അകത്തായിട്ട് വലിയൊരു ഹോള് രൂപപ്പെട്ടിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഭംഗിയായിട്ട് നല്ല രസമായിട്ട് ഫീൽ ചെയ്തിട്ട് ആ മരത്തിൻ്റെ അകത്ത് കയറി നോക്കാനും കാണാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ. അതൊന്ന് പോയി കാണാം കേട്ടോ, അത് കാണിച്ചു തരാം. എൻ്റെ കൂടെ കേട്ടോ, അടിപൊളി തുരം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇതാണ് തുരങ്കത്തിൻ്റെ ഉള്ളിലത്തെ വ്യൂ കേട്ടോ. അർജുനുണ്ട്. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ, അത് ഏതാണ്ട് ഇലക്ട്രിക് വണ്ടിയിലാട്ടോ ഞങ്ങളിന്ന് യാത്ര ചെയ്ത് കാലിക്കറ്റെന്നും, അതായത് കാലിക്കറ്റ് ഭാഗത്തുനിന്ന് ഇറങ്ങിയിട്ട് വയനാട് ചുരം കണ്ട് അതേപോലെ ഈ ഒരു ഇൻ്റർലോക്ക് റോഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. 2 വട്ടം ചാർജ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ മടാപ്പറമ്പ് റോഡ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് കൂടെ ആട്ടെ ഒരു ഓഫ് റോഡ് സെറ്റപ്പിലേക്ക് ഈ ഒരു വഴിക്കാണ് എത്തിപ്പെടുക. ഇനിയിപ്പോൾ നിങ്ങൾ പുൽപ്പള്ളി ഭാഗത്ത് കൂടെ, അതായത് സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി ആ വഴിക്കൂടെ വരികയാണെങ്കിൽ നല്ല ടാറിട്ട റോഡും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 വഴി ഇവിടേക്ക് വരാം. പക്ഷേ റൂട്ട് അടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിട്ട് റൂട്ട് അടിച്ച് കിട്ടണമെങ്കിൽ ലൊക്കേഷൻ പെട്ടെന്ന് ആർക്കും ഇത് കിട്ടുന്നില്ല, എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടേക്ക് ഇവിടെ ആരും എത്തിപ്പെടാത്തത്. അതുകൊണ്ട് തന്നെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ലൊക്കേഷനാണ്. പറ്റുന്നവർക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് വൺസ് വന്ന് കാണാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇനി പുതിയ ഇതായിട്ട് വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ മൈ ചാനൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.